ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിലെ 5-ാം മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ 6 വിക്കറ്റിന് ഡൽഹി ക്യാപിറ്റൽസ് തോൽപ്പിച്ചിരിക്കുകയാണ്. ആദ്യ ബാറ്റ് ചെയ്ത ലക്നൗ സൂപ്പർ ജയൻസ് 141 റൺസിന് ഓൾ ഔട്ടായപ്പോൾ മറുപടിക്കിറങ്ങിയ ഡൽഹി 17.1 ഓവറിൽ 4 വിക്കറ്റിന് 145 റൺസ് നേടി വിജയം സ്വന്തമാക്കുകയായിരുന്നു. 26-4 എന്ന നിലയിലേക്ക് ഒരു ഘട്ടത്തിൽ ഡൽഹി തകർന്നെങ്കിലും സമീർ റിസ്വിയുടെ അപരിചിത അർദ്ധ സെഞ്ചുറിയും ട്രിസ്റ്റൻ സ്റ്റബ്സ് പുറത്താവാതെ നേടിയ 39 റൺസുമാണ് ഡൽഹിയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. മത്സരത്തിലെ ലക്നൌവിന്റെ തോൽവിക്ക് കാരണമായത് മോശം ബാറ്റിംഗ് പ്രകടനമാണെന്ന് നിസ്സംശയം പറയാം. അനാവശ്യമായ ചില മാറ്റങ്ങളാണ് ലക്നൗ പ്ലേയിങ് 11-ൽ വരുത്തിയത്. ഇത് തിരിച്ചടിയായി. ഋഷഭ് പന്ത് ഓപ്പണിംഗ് റോളിലേക്ക് എത്തിയതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. അവസാന സീസണിൽ എയ്ഡൻ മാർക്രവും മിച്ചൽ മാർഷും ചേർന്നാണ് ലക്നൌവിനായി ഓപ്പണറായത്. ഈ സീസണിലും ഇതേ കൂട്ടുകെട്ട് ലക്നൌവിന്റെ ഓപ്പണിംഗിൽ എത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മാർഷിനൊപ്പം ഋഷഭ് പന്ത് ഓപ്പണിംഗിലെത്തുകയായിരുന്നു. ഋഷഭ് പന്തിനെ ഓപ്പണറാക്കിയത് ഇടത് വലത് കൂട്ടുകെട്ട് ഓപ്പണിംഗിൽ ലഭിക്കാനാണെന്ന് പറയാം. എന്നാൽ 9 പന്തിൽ 7 റൺസ് എടുത്ത ഋഷഭ് പന്ത് റൺഔട്ടായാണ് പുറത്തായത്. 77.8 മാത്രമായിരുന്നു ഋഷഭ് പന്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. 3 ഓവറിൽ 19 റൺസ് മാത്രമായിരുന്നു ഋഷഭ് പന്ത് പുറത്താവുമ്പോൾ ലക്നൌവിന്റെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. ഓപ്പണർ റോളിലേക്ക് ഋഷഭ് വന്നത് ഇന്ത്യൻ ടീമിലെ ഓപ്പണർ സ്ഥാനം ലക്ഷ്യമിട്ടാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ് ഇന്ത്യയുടെ T20യിലെ ഓപ്പണർമാർ. ബാക്കപ്പ് ഓപ്പണറായി വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷാനുമുണ്ട്. ഇന്ത്യയുടെ T20 ടീമിലേക്ക് തിരിച്ചെത്താൻ ഓപ്പണർ റോളിൽ കസറി എന്ന ശ്രമമാണ് ഇപ്പോൾ ഋഷഭ് പന്ത് നടത്തിയത്. എന്നാൽ ഇത് ക്ലിക്കാവുന്നില്ലെന്ന് ആദ്യ മത്സരത്തിലെ പ്രകടനത്തിലൂടെ വ്യക്തം. ലക്നൌവിന്റെ ഓപ്പണർ റോളിൽ ഋഷഭ് പന്ത് കളിക്കുന്നത് മണ്ടൻ തീരുമാനം തന്നെയാണ്. എയ്ഡൻ മാർക്കറും T20 ലോകകപ്പിലടക്കം ഓപ്പണർ റോളിൽ ശോഭിച്ച താരമാണ്. അതുകൊണ്ട് തന്നെ ലക്നൗ മാർക്കറത്തെ 3-ാം നമ്പറിലേക്ക് മാറ്റിയത് താരത്തിന്റെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിച്ചേക്കും. 4-ാം നമ്പറിൽ കളിപ്പിച്ച നിക്കോളാസ് പൂരനെ 3-ാം നമ്പറിലേക്ക് കൊണ്ടുവരുന്നതാണ് നല്ലത്. 4-ാം നമ്പറിലേക്ക് ഋഷഭ് പന്ത് പോകുന്നതാണ് ടീമിന് കൂടുതൽ ഗുണം ചെയ്യുക. ഇന്ത്യയുടെ T20 ടീമിന്റെ മധ്യനിരയിലേക്ക് എത്താനുള്ള അവസരം ഇപ്പോഴും ഋഷഭ് പന്തിന്റെ മുന്നിലുണ്ട്. അതിനായി ലക്നൌവിന്റെ മധ്യനിരയിൽ ഋഷഭ് പന്ത് കളിച്ച് ശോഭിക്കേണ്ടതായിട്ടുണ്ട്. നിലവിലെ ഋഷഭ് പന്തിന്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ സീസണിലും താരം കാര്യമായ പ്രകടനം നടത്തിയിരുന്നില്ല. ഋഷഭ് പന്തിന്റെ ഈ പ്രകടനം വെച്ച് ഇന്ത്യയുടെ T20 ഓപ്പണർ സ്ഥാനം സ്വപ്നം കാണാനാവില്ല. ലക്നൌവിനായി മധ്യനിരയിൽ ശോഭിച്ച് കയ്യടി നേടാൻ ഋഷഭ് പന്തിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്.